UAE-യിലും ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണത്. 3 തരം പെട്രോളിനും വില കൂടിയിരിക്കുന്നു. ഡീസലിന് 1.97 ദിർഹത്തിന്റെ വർധനവാണുള്ളത്. മുഹമ്മദ് റഹീസ് തന്നെയാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കുള്ളത്. റഹീസ്, ഈ നിലയിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷം അത് ഗൾഫ് മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതിന്റെ സൂചനയാണോ ഈ വില വർധന? ഇന്ധന വില വർധനവ് ദുബായിൽ അത് ഈ UAE-യിൽ ഉടനീളം ഓരോ മാസവും ആദ്യം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മാസം 31-ാം തീയതി തീരുമാനിച്ച ഒരു മാസത്തേക്കുള്ള വിലയാണ് പുറത്തുവിടുക. ആ വില ഇത്തവണ പ്രവചിച്ചിരുന്നതാണ്, അത് കൂടുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് പക്ഷെ വലിയൊരു വർധനവാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സൂപ്പർ 98 പെട്രോൾ ആണ്, അതിന് കഴിഞ്ഞ മാസം 2.59 ദിർഹമായിരുന്നത് ഈ മാസം അത് 3.39 ദിർഹമായി മാറി. 80 ഫിൽസിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്പെഷ്യൽ 95 പെട്രോളിനും അത് ഈ മാർച്ച് മാസം 2.48 ദിർഹത്തിന് കിട്ടിയെങ്കിൽ അത് ഏപ്രിൽ ആകുമ്പോഴേക്കും 3.28 ദിർഹം കൊടുത്താൽ മാത്രമേ സ്പെഷ്യൽ 95 പെട്രോൾ കിട്ടുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് E+91 പെട്രോളിന് 2.40 ദിർഹമായിരുന്നത് 3.20 ദിർഹം. അതായത് പെട്രോളിനെല്ലാം തന്നെ 80 ഫിൽസിന്റെ വർധനവ് ഈ അടുത്ത മാസം ഉണ്ടായിരിക്കുകയാണ്. അടുത്ത മാസം മുതൽ അത്ര കൂടുതൽ നൽകണം. ഡീസലിന്റെ വിലയാണ് കാര്യമായി വർദ്ധിച്ചത്. കഴിഞ്ഞ മാസം അത് അല്ലെങ്കിൽ ഈ മാർച്ചിൽ അത് 2.72 ആയിരുന്നുവെങ്കിൽ 4.69 നൽകിയാൽ മാത്രമേ, ഏതാണ്ട് 2 ദിർഹത്തോളം വ്യത്യാസമാണ് 1 ലിറ്റർ ഡീസലിന് ഇത്തവണ UAE-യിൽ ഉണ്ടായിരുന്നത്. എന്തായാലും കാര്യമായ വിലവർധനമാണ്. സാധാരണഗതി 25 ഫിൽസിന്റെ ഒക്കെ കൂടുതൽ ഉണ്ടാവുകയും അത് പിന്നീട് കുറയുകയും ഒക്കെയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ സംഘർഷം അത് കാര്യമായി തന്നെ ഇന്ധന വിലയെ ബാധിക്കുന്നു. അത് UAE-യിലും പ്രകടമായി തന്നെ കാണാനാകുന്നുണ്ട്. അമൽ. ശരി, മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത്. UAE-യിലും ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.